ഹലോ, സുഖമല്ലേ എല്ലാവർക്കും? നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. വലിയ തോപ്പൊന്നുമല്ല, കണ്ടോ, നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു പരുവ ആവുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ വന്നത് സ്പാനിഷുകാരുടെ മെയിനായിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കാനാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് സ്പാനിഷ് തോർത്തിയ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഞാൻ സ്പാനിഷ് തോർത്തിയല്ല, സ്പാനിഷ് തോർത്തിയെ ഇന്ത്യൻ തോർത്തിയാക്കി ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതിൻ്റെ വീഡിയോ നമുക്ക് പിന്നീട് ഇടാം. സ്പാനിഷ് തോർത്തിയയും ചെയ്യാറുണ്ട്, പക്ഷെ അത് സ്പാനിഷ് തോർത്തിയ ഒരു സ്പാനിഷ് ആൾ ചെയ്യുന്നതാണ് അതിൻ്റെ കുറച്ചുകൂടെ ഭംഗി. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നു. അവിടുത്തെ അമ്മച്ചി നമുക്ക് വേണ്ടി സ്പാനിഷ് തോർത്തിയ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം, ലഞ്ചാക്കാം, ഡിന്നറാക്കാം. ഒരു നേരത്തെ ആഹാരം ഇത് ധാരാളം മതിയാവും. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ തോർത്തിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൊട്ടാറ്റോയാണ്. പൊട്ടാറ്റോ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ സ്കിന്ന് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മമ്മി. മാമിക്ക് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ല കേട്ടോ. ഇനി ചെയ്യാൻ പോകുന്നത് പൊട്ടാറ്റോ കട്ട് ചെയ്യാൻ പോവുകയാണ്. കൈ കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷെ മാമി ഇച്ചിരി റിച്ചാണ്. ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിനായിട്ട് അല്ലേ ചൂടാകാൻ വേണ്ടി വെച്ചേക്കാണ് എണ്ണ ഒഴിച്ചിട്ട്. ഇന്നിപ്പോൾ മാമി നമുക്ക് 2 ടൈപ്പ് തോർത്തിയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് സ്പാനിഷ് ട്രഡീഷണൽ ആയിട്ടുള്ള പൊട്ടാറ്റോ വെച്ച് മാത്രം, ഒന്ന് നമുക്ക് വെജിറ്റബിൾസ് ഇഷ്ടമാണെന്നറിയാം, അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിളും കൂടെ വെച്ചിട്ടുള്ള ഒരു തോർത്തി. അപ്പോൾ 2 തോർത്തിയാണ് കേട്ടോ. 2 സ്പെഷ്യൽ വിഭവമാണ് നമുക്കിന്ന് കാണിച്ചു തരുന്നത്. അതിനൊരു വെള്ളരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഇത് ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ അകത്തുള്ളതൊക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചുവന്ന ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു സവാളയും വേണം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതൊന്നും അല്ല കേട്ടോ, അത് വരാനിരിക്കുന്നതേ ഉള്ളൂ, പറയാവേ. അപ്പോൾ അതെ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മമ്മി ഇത് കട്ട് ചെയ്യാനൊന്നും നിൽക്കില്ല കേട്ടോ. നമ്മളെപ്പോലെ കട്ട് ചെയ്ത് സമയം കളയാനൊന്നും നിൽക്കില്ല. ഏതോ ഒരു മെഷീൻ ഉണ്ടെന്ന് പറയുന്നു, ആ മെഷീൻ്റെ അകത്തിട്ട് എല്ലാം കൂടെ വെട്ടിക്കൂട്ടി ഇപ്പം ഇങ്ങ് എടുക്കും. മാമിയുടെ ഇടത് കൈ പ്രയോഗം കണ്ടോ. ഈ പൊട്ടാറ്റോ മുഴുവനും എടുത്ത് നേരത്തെ നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ച് വെച്ചിരുന്നില്ലേ, അപ്പോൾ ഓയിൽ ചൂടായി അപ്പോഴത്തേക്കും പൊട്ടാറ്റോ കംപ്ലീറ്റ് അതിൻ്റെ ജ്യൂസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് അതിനകത്ത് ഒഴിക്കുന്നുണ്ട്. മമ്മി നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ കുറേ ഐറ്റം ഉണ്ടായിരുന്നു, നല്ല സൂപ്പറായിട്ട്. നോക്കട്ടെ, പറ്റുമെങ്കിൽ ഓരോ ഐറ്റമായിട്ട് കാണിക്കാൻ ശ്രമിക്കാവേ. അടുത്ത വെജിറ്റബിൾ നമ്മൾ ചെറുതായിട്ട് മമ്മി കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനായിട്ട് തന്നെ വേറൊരു അടുപ്പിൽ ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒലിവിൻ്റെ വെർജിൻ ഓയിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഇത്രയും ഒരുപാട് എണ്ണയില്ല, ഞാൻ ഇതുണ്ടാക്കുമ്പോൾ ഇത്രയും എണ്ണയൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല കേട്ടോ. ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിക്കുള്ളൂ. കഴിയുന്നത് ഞാൻ ചെയ്യുന്നത് പൊട്ടാറ്റോ വെള്ളത്തിൽ വേവിച്ചിട്ടാണ് പിന്നീട് ഓയിലിലോട്ട് ഇടുന്നത്. പക്ഷേ മാമി പറയുന്നത് ഓയിലാണ് എടുക്കുന്നതെങ്കിൽ അതിന് ടേസ്റ്റ് വേറെയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഈ പരിപാടി ഉള്ളാലോ. നേരത്തെ ഇവിടെ വന്നപ്പോഴും മാമി ഇതുപോലെ തോർത്തി ഉണ്ടാക്കി തന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോഴും എന്നെ വിചാരിച്ചിരുന്നു മാമിയെ കൊണ്ട് ഒരിക്കൽ ചെയ്യിച്ച് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരണം എന്ന് നേരത്തെ വിചാരിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നപ്പോഴത്തേക്ക് വീണ്ടും തോർത്തി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കട്ട് ചെയ്തിട്ട് എല്ലാം നിറഞ്ഞത് കൊണ്ട് വീണ്ടും ആ ഓയിലിലോട്ട് തട്ടിയിട്ടുണ്ട്. ഇത് കത്തിയാണ് കേട്ടോ നടുക്കിരിക്കുന്നത്. ഞാനത് തൊട്ട് നോക്കി, ഞാൻ വിചാരിച്ചു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും സാധനമാണെന്ന്. ഇപ്പോൾ നല്ല ഷാർപ്പാണ്, അത് നന്നായിട്ട് മുറിയും. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നല്ല ഷാർപ്പായത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ അത് നല്ല സ്മോൾ പീസായിട്ട് വരുന്നുണ്ട്. ഇത് 2 തോർത്തിയേക്കുള്ള പൊട്ടാറ്റയാണ്, ഒരുമിച്ച് വേവിക്കുകയാണ്. അടുത്ത മാമി എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. നമ്മളിതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യത്തിന് ഉപ്പിട്ടാണ് വേവിച്ചത്. അടുത്ത നമ്മൾ വെജിറ്റബിളും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്.
ഇതാണ് നമ്മുടെ തോർത്തിയയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഒരു തോർത്തിക്ക് 6 or 8 മതി എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് 2 എണ്ണമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഇത്രയും 12 എണ്ണം ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ തോർത്തിയയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അതും മാമി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. നല്ല രസമാണ് മാമി ഇവിടെ കുക്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടി. ഇനിയാണ് നമ്മൾ മാമിയുടെ മാജിക് ഹാൻഡ്സ് കാണാൻ പോകുന്നത്. ഇപ്പോൾ ആ മുട്ടയിലോട്ട് നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ചിരുന്നില്ലേ പൊട്ടാറ്റോ, അത് മിക്സ് ചെയ്യുകയാണേ. നമ്മൾ മുട്ട കുക്ക് ചെയ്തിട്ടില്ല, മുട്ട ഇങ്ങനെ അടിച്ചു കൊണ്ടുവന്ന് മിക്സ് ചെയ്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പൊട്ടാറ്റോ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചു. ഈ പാത്രത്തിലാണ് നമ്മൾ തോർത്തി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ചെറുതായിട്ടൊന്ന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൊട്ടാറ്റോയിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്. തോർത്തിയുടെ ഷേപ്പ് അതേ ഷേപ്പിലെടുക്കുന്ന മാമി എടുക്കുന്ന കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്കങ്ങനെ ഷേപ്പ് വരാറില്ലേ. മാമിക്ക് ഇവിടെ ഒരു സഹായി ഉണ്ടെങ്കിലും മാമിയാണ് ഇവിടെ മിക്കവാറും ഫുഡ് റെഡിയാക്കുന്നത്. പുള്ളിക്ക് തനിയെ ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. നല്ല രസമായിട്ട് ഫുഡ് കുക്ക് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു പ്രായത്തിലും എനിക്ക് അതിശയം തോന്നി. മക്കളൊക്കെ ജോലിക്കാരെയൊക്കെ വീട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും മാമിക്ക് മാമിയുടെ കൈ കൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. കുറേ കൂടെ ഉപ്പിട്ടു. ഇതാണ് പരിപാടി. ഇങ്ങനെ നന്നായിട്ട് ആട്ടി കൊടുക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഇങ്ങനെ ഷേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ഒട്ടിയിരിക്കില്ല. അപ്പോൾ അത് അവിടെ നിന്ന് ഇളകി വരണം. അതിന് വേണ്ടിയാണ് അമ്മ ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഹാഫ് ബാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വെജിറ്റബിളിൻ്റെ ഉണ്ടാക്കാനാണ്. ഇവിടെ ട്രഡീഷണലായിട്ട് ഇവർ പൊട്ടാറ്റോ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ സാധനം. നമ്മുടെ തോർത്തിയെടുത്ത് കമിഴ്ത്തി അടിച്ചു. അടുത്ത ഭാഗം വേവിച്ചെടുക്കണം. അതിന് കുറച്ച് എണ്ണ ഒഴിച്ചു. നമ്മുടെ പൊട്ടാറ്റോ തോർത്തി റെഡി ആയിട്ടുണ്ടേ. യമ്മി തോർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് വെജിറ്റബിൾ തോർത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അടുത്ത് നമ്മുടെ വെജിറ്റബിൾ അതിന് കുറച്ച് ലിക്വിഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ലിക്വിഡൊക്കെ മാറ്റിയെടുക്കുകയാണ്. ഓക്കെ, നേരത്തെ നമ്മൾ ബാക്കി വെച്ചിരുന്നില്ലേ മുട്ട, അതും പൊട്ടാറ്റോയും വെജിറ്റബിളും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത വെജിറ്റബിളും പൊട്ടാറ്റോ എല്ലാം കൂടെ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് മമ്മി അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. മാമി ഉണ്ടാക്കുന്നതുകൊണ്ട് മമ്മി രണ്ടും മുയി റീക്ക ഭയങ്കര ടേസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ 2 തോർത്തി റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ തോർത്തിയും പൊട്ടാറ്റോ തോർത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. ലച്ചുകുട്ടാ, തോർത്തി ഇഷ്ടമാണോ? ഏവാ a ti te gusta tortilla, no? Papi, es grande. Porque tú la quieres sin verduras. Gracias, mamito. De nada, que os guste. María. 2 y 3.